നമസ്കാരം. ആഹാരം ആരോഗ്യം ആനന്ദം എന്ന കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ADHD ഇൻ ഗേൾസ് ആൻഡ് വിമൻ. പെൺകുട്ടികളിലും മുതിർന്ന സ്ത്രീകളിലും കാണുന്ന ADHD. ഫഹദ് ഫാസിൽ തൻ്റെ ADHD ഡയഗ്നോസിസിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഒരുപാട് വീഡിയോസും കോണ്ടന്റും സോഷ്യൽ മീഡിയയിൽ ADHDനെ കുറിച്ച് വന്നിട്ടുണ്ട്. ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് വളരെ കുറവായിരുന്നു. എന്തുകൊണ്ട് ജെൻഡർ സ്പെസിഫിക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു സിനാരിയോ ആലോചിച്ച് നോക്കാം. ഒരു 30 കുട്ടികളുള്ള ക്ലാസ് റൂം. ഈ ക്ലാസ് റൂമിലെ 2 കുട്ടികളാണ് സാറയും അർജുനും. അർജുൻ ഫസ്റ്റ് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അർജുൻ ക്ലാസ്സിന് ചുറ്റും ഓടി നടക്കും. ഹോംവർക്സ് ഒക്കെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ബുക്കൊക്കെ വളരെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ടീച്ചർ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയാൽ ക്വസ്റ്റ്യൻ അങ്ങോട്ട് പൂർത്തിയാക്കുന്നതിന് മുന്നേ അർജുൻ ആൻസർ പറയും. പിന്നെ അർജുൻ്റെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അർജുന വെയിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എപ്പോഴും ഓരോരോ സാധനങ്ങളെ കൊണ്ട് കളയുക. ഇതൊക്കെയാണ് അർജുൻ എന്ന് പറയുന്ന ആള് കുട്ടി. ഇനി അടുത്ത സാറയിലോട്ട് നോക്കാം. സാറയാണെങ്കിൽ ലാസ്റ്റ് ബെഞ്ചിലായിരിക്കും ഇരിക്കുന്നത്. സാറ എപ്പോഴും ഒരു സ്വപ്ന ലോകത്താണ്. പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗിൽ ടീച്ചറിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് കേപ്പബിലിറ്റി ഉള്ള കുട്ടിയാണ്, പക്ഷെ അത്രയ്ക്കും റിസൾട്ട് കാണുന്നില്ല. ഇല്ലെങ്കിൽ കുറച്ച് കെയർലെസ് ആണ്. ആൻസർ പേപ്പറൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര കെയർലെസ് മിസ്റ്റേക്സ് ഒക്കെ വരുത്താറുണ്ട്. ഹോംവർക്സ് ഒക്കെ വെക്കും. ചില സമയത്തൊക്കെ ഹോംവർക്സ് പെൻഡിങ് ആയിരിക്കും, പക്ഷേ ചില സമയത്തൊക്കെ ആൾ വെക്കാറുമുണ്ട്. ഇതായിരിക്കും സാറേനെ പറ്റിയിട്ടുള്ളത്. ഇവിടെ അർജുനും സാറയും, ഇതിൽ ആർക്കായിരിക്കും ടീച്ചർ ഒരു ADHD സ്ക്രീനിങ്ങിന് പറഞ്ഞു വിടാൻ സാധ്യതയുള്ളത്? അർജുനായിരിക്കും അല്ലേ? കാരണം അർജുനിൽ കാണുന്ന സിംറ്റംസും ഒക്കെ ബാക്കിയുള്ളവരെയും കൂടി എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിംറ്റംസ് ആണുള്ളത്. അതുകൊണ്ട് അർജുനെ ആയിരിക്കും ടീച്ചർ ഒരു ADHD സ്ക്രീനിങ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു വിടുന്നത്. റിസർച്ചുകൾ പറയുന്നത് 75% ഓഫ് ദ വുമൻ വിത്ത് ADHD ആർ അൺഡയഗ്നോസ്ഡ്. എന്തുകൊണ്ട് അൺഡയഗ്നോസ്ഡ് ആകുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയുടെ ലേറ്റർ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ADHD ഒരു 12 പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു 12 പോയിന്റ്സിൽ കുറച്ച് സിംറ്റംസും കുറച്ച് അതിൻ്റെ സിംറ്റംസിനോട് ചേർന്ന് വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്, ഗേൾസിൽ കൂടുതലായിട്ടും ഇൻഅറ്റൻറ്റീവ് ടൈപ്പാണ് കണ്ടുവരുന്നത്. അവരുടെ ഒരു മെയിൻ സിംറ്റമാണ് ഇൻഅറ്റൻഷൻ. കാൺട്ട് ഫോക്കസ് ഓൺ എ വർക്ക് ഫോർ എ ലോങ് ടൈം. ഇപ്പം സാധാരണ ഒരു കുട്ടികൾക്ക് ഡിസ്ട്രാക്ഷൻ വരുന്നതിനേക്കാളും മുന്നേ ADHD ഉള്ള കുട്ടി ഡിസ്ട്രാക്റ്റഡ് ആവാണ്ട്. ഇപ്പം ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും കുറച്ച് നേരം വായിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവരങ്ങ് ഡിസ്ട്രാക്റ്റഡ് ആവുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഇവർ എപ്പോഴും ഒരു സ്വപ്ന ലോകത്തായിരിക്കും. ഭയങ്കര ഡേ ഡ്രീമിങ് കാണാൻ പറ്റും. ഇങ്ങനെ ഇരുന്ന് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നത്തെ ഒരു മെയിൻ ഇതാണ് ഫൊഗറ്റ്ഫുൾനെസ്. ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കുക, ഫാൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കുക, ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് മറക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് കളയുക. മേ ബി കീ ആയിരിക്കും, ഇവരുടെ ഫോൺ ആയിരിക്കും, ഇവരുടെ ബുക്സ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇവർ കൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ ഡേറ്റ്സുകളൊക്കെ മറന്നു പോവുക. സ്കൂളിൽ പഠിക്കുമ്പോൾ അസൈൻമെൻറ്റിൻ്റെ ഡേറ്റ് ഇല്ലെങ്കിൽ സബ്മിഷൻ ഡേറ്റ്സ് മറക്കുക. വർക്ക് ആകുമ്പോഴത്തേക്ക് വർക്ക് സബ്മിഷൻ ഡേറ്റ്സ് മറക്കുക, ബില്ല് പേ ചെയ്യാൻ മറക്കുക. ഇങ്ങനെ ഇവരുടെ വർക്കിംഗ് മെമ്മറി ഭയങ്കര വീക്കായിരിക്കും. സോ ഇവർക്ക് നല്ല മെമ്മറി ഇഷ്യൂസ് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഇവർക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോൾ വർക്കിംഗ് വുമൺ ആകുമ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ജോലി തുടങ്ങും, അപ്പോഴത്തേക്ക് വേറൊരു ജോലി, പിന്നെ അടുത്ത ജോലി. ഇതിന് ടിപ്പിക്കലായിട്ടൊരു എക്സാമ്പിൾ പറയാറുണ്ട്. ഇപ്പോൾ വീട് ക്ലീൻ ചെയ്യുന്നത്, ഒരു ADHD ഉള്ള ഒരു പെൺകുട്ടി വീട് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മേ ബി ഡൈനിങ് റൂമിൽ നിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങായിരിക്കും. ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുമ്പോഴായിരിക്കും അവിടെ ഒരു ബുക്ക് ഇരിക്കുന്നത് കണ്ടത്. ശരി, ഈ ബുക്ക് കൊണ്ടുപോയിട്ട് ബെഡ്റൂമിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് ബെഡ്റൂമിൽ പോകും. അപ്പോൾ ബെഡ്റൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കായിരിക്കും ഡ്രസ്സിങ് ടേബിൾ ഫുള്ള് അലങ്കോലമായിട്ടായിരുന്നു. എന്നാൽ പിന്നെ ഡ്രസ്സിങ് ടേബിൾ വൃത്തിയാക്കാമെന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ് ടേബിൾ വൃത്തിയാക്കി തുടങ്ങും. ഡ്രസ്സിങ് ടേബിൾ ഇങ്ങനെ വൃത്തിയാക്കി തുടങ്ങുമ്പോഴായിരിക്കും അവിടെ ഒരു കപ്പ് ഇരിക്കുന്നത് കണ്ടോ. അപ്പം എന്നാൽ ഈ കപ്പ് കിച്ചണിൽ കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സിങ് ടേബിളിൻ്റെ ജോലി അവിടെ പകുതി കഴിക്കാൻ നിർത്തിയിട്ട് കിച്ചണിൽ പോകും. കിച്ചണിൽ പോകുമ്പോഴായിരിക്കും നോക്കുമ്പോൾ കിച്ചണിൽ ആ ഗ്ലാസ് വെക്കാൻ നോക്കുമ്പോഴായിരിക്കും കിച്ചണിൽ കുറച്ച് പാത്രം കഴുകാൻ കിടക്കുന്നത്. എന്നാൽ പിന്നെ ആ പാത്രം കഴുകാമെന്ന് വിചാരിച്ച് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മേ ബി TV-യിലാണെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്നതെന്തോ അപ്പോഴായിരിക്കും ഈ TV കുറേ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അതവിടെ വെച്ചിട്ട് TV ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. TV ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടെ വേറെ എന്തെങ്കിലും കാണുന്നത്, അത് വെക്കാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ നോക്കുമ്പോൾ ഫൈനലി ഇവരെ എന്തൊക്കെയോ ചെയ്ത് പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു ടാസ്കിൽ നിന്ന് വേറൊരു ടാസ്കിലോട്ട് പോകും. അപ്പോൾ ഇവർക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സെക്കൻഡ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്. ഇവർക്ക് ഓർഗനൈസ് ചെയ്യുക അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഫോർ എക്സാമ്പിൾ ഇവരുടെ ഡെസ്ക് വർക്കിംഗ് ഡെസ്ക് വളരെ മെസ്സി ആയിട്ടായിരിക്കും കിടക്കുന്നത്, ഇവരുടെ സ്റ്റഡി ടേബിൾ ഭയങ്കര മെസ്സി ആയിട്ടായിരിക്കും, ഇവരുടെ ബാഗ് നോക്കിയാൽ മതി കുറേ സാധനങ്ങൾ ആ ബാഗിൻ്റെ അകത്ത് കാണും, ഇവരുടെ ബുക്ക്, ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴേ നമുക്കറിയാം ഒരു മെസ്സി ആയിട്ടായിരിക്കും കാര്യങ്ങൾ. എന്ന് വെച്ച് ഇവരൊരു മറ്റേ മെസ്സി എൻവയൺമെൻറ്റിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ ആകണം എന്നൊന്നുമില്ല. ദേ ഡു ലൈക്ക് ടു ബി വളരെ അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കാനായിരിക്കും അവർക്കും ഇഷ്ടം. പക്ഷെ കുറച്ചും കൂടി നമ്മളൊരു ഓർഗനൈസേഷനിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ കണ്ടുവരുന്നതാണ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ സ്കിൽസിൽ വരുന്നതാണ് ടൈം മാനേജ്മെൻറ്റ്. ടൈം ബ്ലൈൻഡ്നെസ് പറയും. എല്ലായിടത്തും ലാസ്റ്റ് മൊമെൻ്റ് ആയിരിക്കും, എല്ലായിടത്തും ലേറ്റ് ആയിരിക്കും, മിക്കവാറും സ്ഥിരം ലേറ്റ് കമേഴ്സ് ആയിരിക്കും. ഇല്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റ് എല്ലാം കൂടെ എടുത്തിട്ട് ഓടി പിടിച്ചു പോകുന്നതായിരിക്കും നമുക്ക് കാണുന്നത്. ഇല്ലെങ്കിൽ ഇവർക്ക് ഇപ്പം ഒരു ജോലി ചെയ്യണം ഇത്ര സമയം, ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എവിടെയെങ്കിലും പോകാൻ റെഡി ആവണം, ഒരു 10 മണിക്ക് റെഡി ആവാൻ പോകണം. സോ ഇവരുടെ മനസ്സിൽ 5 മിനിറ്റ് കൊണ്ട് ഞാൻ റെഡി ആയി കഴിയും, 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോൾ ഒരു ടൈം ബ്ലൈൻഡാണ് ഇവർ. 5 മിനിറ്റ് കൊണ്ട് റെഡി ആവും, പക്ഷേ 5 മിനിറ്റ് കൊണ്ട് റെഡി ആവാൻ പറ്റത്തില്ലായിരിക്കും, ഇവരൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും റെഡി ആയിട്ട് പോകുന്നത്. സോ ഇവരെല്ലായിടത്തും ലേറ്റ് ആയിരിക്കും. ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഇവരിൽ കണ്ടുവരാറുണ്ട്. ഇവരിൽ കണ്ടുവരുന്ന എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ റിലേറ്റഡ് ആയ റൂട്ടീൻസ് ഫോം ചെയ്യാൻ ഇവർക്ക് ഭയങ്കര പാടാണ്. ഇപ്പോൾ ചിലരൊക്കെ രാവിലെ എണീറ്റു പല്ല് തേക്കുന്നു, കുളിക്കുന്നു, പിന്നെ എക്സസൈസ് ചെയ്യുന്നു, ഒരു റൂട്ടീൻസ് നമ്മൾ ഫോം ചെയ്യലോ. ഇവർക്ക് സാധാരണ ഒരു നോർമൽ ആളിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ റൂട്ടീൻസ് ഫോം ചെയ്യാനും. അതുപോലെ തന്നെ റൂട്ടീൻസ് ഇവർ പെട്ടെന്ന് പുറത്താവുകയും ചെയ്യും. ഒരു 2 ദിവസം ഇവർ ചെയ്തില്ലെങ്കിൽ പിന്നെ റൂട്ടീൻ കംപ്ലീറ്റ്ലി ഇവരുടെ അടുത്ത് നിന്ന് പോവുകയും ചെയ്യാറുണ്ട്. പിന്നെ ഇവർക്ക് ഭയങ്കര പ്രൊക്കാസ്റ്റിനേഷനുമാണ്. ഇവരിങ്ങനെ മാറ്റി അടുത്ത ദിവസം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും വളരെ പോറായിരിക്കും. ഇവർക്ക് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും വളരെ ഈ ഡിസിഷൻ മേക്കിംഗ് എഫക്റ്റീവ്നെസ് കുറവായതുകൊണ്ട് തന്നെ പോർ ഡിസിഷൻ മേക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർ റിസ്കി ബിഹേവിയേഴ്സ് ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോകാറുണ്ട്. മൂന്നാമതായിട്ടുള്ള പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എമോഷണൽ റെഗുലേഷൻ. ഇവർക്ക് ഇമോഷൻസ് ഒക്കെ ഭയങ്കര ഹൈ ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഒരു അമ്മയ്ക്ക് 2 മക്കളുണ്ട്. ഒരാൾക്ക് ഒരു ADHD ഉള്ള മോളും ഒരു ADHD ഇല്ലാത്ത ഒരു നോർമൽ മോനുമാണുള്ളത്. ഈ അമ്മ ഈ കുട്ടികളൊരു തെറ്റ് കണ്ടപ്പോൾ ഇവരെ 2പേരെയും വഴക്ക് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് 2 പേർക്കും വിഷമമായി. അപ്പോൾ ഈ വിഷമം നമ്മൾ 0 to 5 എന്നൊരു സ്കെയിലിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ, ADHD ഇല്ലാത്ത ഒരു നോർമൽ കിഡിന് മേ ബി ആ ഒരു വിഷമം 1 ആയിരിക്കും. 0 to 5 1 ചെറിയതായിട്ടൊന്ന് വിഷമമായി. പക്ഷെ ADHD ഉള്ള ആ മോക്ക് ചിലപ്പോൾ 5 ആയിരിക്കും. അത്രയും ഹൈ ആയിട്ടാണ് ഇവർ ഇമോഷൻസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഇവരിൽ. സോ ഇവരുടെ 5 ആയിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവർ പെട്ടെന്ന് ഈസിലി ഹേർട്ട് ആവും. മേ ബി ഇപ്പം ഈ ഒരു കേസിൽ തന്നെ മോളെയും അമ്മ വഴക്ക് പറയുന്നു. ചിലപ്പോൾ മോന് അതൊരു വിഷമമായിട്ടേ എടുക്കാറില്ല. അമ്മ വഴക്ക് പറഞ്ഞു, പക്ഷെ മോൾ അവിടെ ചിലപ്പോൾ വിഷമിച്ചിരുന്നു, ഇല്ലെങ്കിൽ ഇൻറ്റേർണലി പക്ഷേ എന്നെ വഴക്ക് പറഞ്ഞല്ലോ, ഞാൻ എന്തോ തെറ്റ് ചെയ്തു, ഞാനെന്തോ മോശമാണ്, ഇങ്ങനെ കുറേ കാര്യം ചിന്തിച്ച് ഭയങ്കര പെട്ടെന്ന് ഈസിലി ഹേർട്ട് ആവും. അതുപോലെ തന്നെ ഇവർക്ക് ഇമോഷണൽ റെഗുലേഷൻ സ്കിൽസും കുറച്ച് കുറവാണ്. ഒരു ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ പെട്ടെന്ന് ഇവരങ്ങ് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ട് ഇവരെന്താ പറയുന്നതെന്ന് ഇവർക്കറിയത്തില്ല. മേ ബി പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. അത് കാരണം ഇവർക്ക് ഒത്തിരി ഇഷ്യൂസ് വരാറുണ്ട്. സോ ഇമോഷൻസ് റെഗുലേഷൻസും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഈ 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 3 പോയിന്റ്സ്, ഇൻഅറ്റൻഷൻ, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ സ്കിൽസും അതുപോലെ തന്നെ ഇമോഷണൽ റെഗുലേഷൻ സ്കിൽസും, ഈ 3 കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള കുട്ടികളെ പൊതുവേ നമ്മുടെ വീടുകളിലൊക്കെ മടിയുള്ള കുട്ടി, മടിച്ചിയാണ്, വളരെ അശ്രദ്ധയാണ്, എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല, വളരെ അശ്രദ്ധയാണ്, എല്ലാം വലിച്ചു വരിയിട്ടേക്കും, ഒരു വൃത്തിയോ ഒന്നുമില്ല, എന്ത് ചെയ്യാനും മടിയാണ്, ഒരു കാര്യം ഏൽപ്പിച്ചാൽ തന്നെ അത് കുറേ സമയമെടുത്ത് ആർക്കോ വേണ്ടി ചെയ്തിട്ട് പോവാണ് എന്നൊക്കെയുള്ളൊരു ടാഗ് ലൈൻ ആക്കി ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. പക്ഷേ ഈ 3 ഏരിയാസിലും പ്രോമിനൻ്റ് ആയിട്ട് ഇഷ്യൂസ് നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡു തിങ്ക് ദാറ്റ് ഇവരുടെ ബ്രെയിനിൽ കുറച്ച് ഇഷ്യൂസോ അല്ലെങ്കിൽ ബ്രെയിൻ വർക്കിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഒക്കെ വരുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഡോപ്പമൈനും നോൺ എപ്പിനെഫ്രിനും. ഈ ഡോപ്പമൈനും നോൺ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. ADHD ഉള്ള കുട്ടികൾക്ക് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് അറ്റൻഷൻ ഇഷ്യൂസ്, ഒരു കാര്യത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, വർക്കിംഗ് മെമ്മറി വളരെ ലോ ആണ്, മെമ്മറി ഇഷ്യൂസ്, അവർ ഇങ്ങനെ എപ്പോഴും കാര്യങ്ങളൊക്കെ മറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവർക്കൊരു മോട്ടിവേഷൻ ഇല്ലായ്മ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇവർ ചെയ്യുന്നൊരു ജോലി
ഇപ്പോൾ രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഇതൊക്കെ കുറേ സമയം എടുത്ത് ചെയ്യുന്ന കാണാം. കാരണം ഇവർക്ക് അതിനൊരു മോട്ടിവേഷനല്ല അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. സോ അതിന് കുറേ സമയം ഇവർ എടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ലോ മോട്ടിവേഷൻ ഇവരിൽ കണ്ടുവരാറുണ്ട്. പിന്നെ സ്ലീപ്പ് ഇഷ്യൂസും ഒക്കെ കണ്ടുവരാറുണ്ട് ഇവരിൽ. അപ്പോൾ അതിൻ്റെ മെയിൻ ആളുകൾ എന്ന് പറയുന്നത് ഈ ഡോപ്പമൈനും നോൺ എപ്പിനെഫ്രിനും കുറയുന്നത് കൊണ്ടാണ്. സോ വെറുതെ നിങ്ങൾ കെയർലെസ്നെസ് എന്ന് പറയുന്നതിനുപരി മേ ബി അവർക്കൊരു ഡോപ്പമൈൻ കുറവായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഓഫ് ദ ബ്രെയിൻ ഉണ്ട് നമുക്ക്. ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോർഹെഡിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. ഈ ബ്രെയിനിലാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നത്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഈ ഏരിയ ഓഫ് ദ ബ്രെയിൻ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ADHD ഉള്ള കുട്ടികളുടെ കേസസിൽ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഇത് കുറച്ച് എഫക്റ്റീവ് ആയിരിക്കത്തില്ല. ഈ എഫക്റ്റീവ് ആകാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ ടൈം മാനേജ്മെൻറ്റ്, ഈ ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു റൂട്ടീൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ ഒരു ഇൻഎഫിഷ്യൻസി കാരണമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അമിഗ്ഡാല എന്ന് പറഞ്ഞാൽ വേറൊരു ഓർഗനാണ് നമ്മുടെ ബ്രെയിനിലുള്ളത്. അതൊരു ബാക്ക് സൈഡിലുള്ള ഒരു അമിഗ്ഡാല എന്ന് പറയുന്ന പാർട്ട് ഓഫ് ദ ബ്രെയിനാണ്. ഇവിടെയാണ് നമ്മുടെ ഇമോഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ഞാൻ മുന്നേ ഒരു എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ആ കുട്ടികളോട് ADHD ഉള്ള ഒരു മോളോടും ADHD ഇല്ലാത്തൊരു നോർമൽ മോനോടും അവർ ഇമോഷൻസ് ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ADHD ഉള്ള കുട്ടിക്ക് 0 to 5 5ഉം നോൺ ADHD നോർമൽ മോന് 1ഉം ആയിരിക്കും. അപ്പം അതിൻ്റെ മെയിൻ റീസൺ ഈ അമിഗ്ഡാലയാണ്. ഇവരുടെ അമിഗ്ഡാല വളരെ ഓവർ ആക്റ്റീവ് അമിഗ്ഡാല ആയതുകൊണ്ട് തന്നെ ഇമോഷൻസ് ഒക്കെ ഭയങ്കര ഹൈ ആയിട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഈ ഓവർ ആക്റ്റീവ് അമിഗ്ഡാലയും പിന്നെ അതുപോലെ തന്നെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അത്രയും എഫക്റ്റീവ് അല്ലാത്തപ്പോൾ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇവരിങ്ങനെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് കംപ്ലീറ്റ്ലി ഇൻഎഫക്റ്റീവ് ആവുകയും അമിഗ്ഡാല അങ്ങ് ഓവർ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ബ്രെയിനിൽ തിങ്ക് ചെയ്ത് ഓക്കെ ഇതാണ് ചെയ്യേണ്ടത്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എഫക്റ്റ് ചെയ്യുകയും അവർ ഭയങ്കരമായിട്ട് ഇമോഷൻസ് പുറത്ത് കാണിക്കുകയും ദേഷ്യപ്പെടുക അതൊക്കെ കണ്ട് വരാറുണ്ട്. നമ്മൾ വളരെ ലേസി ആയിട്ടുള്ളൊരു കുട്ടി, ഇല്ലെങ്കിൽ വളരെ പോർ ഡിസിഷൻസ് എടുക്കുന്നൊരു കുട്ടി, ഇല്ലെങ്കിൽ ഒന്നും വളരെ കെയർലെസ് ആയിട്ട് വളരെ വൃത്തികേടായിട്ട് വെക്കുന്നൊരു കുട്ടി എന്ന് ഒരു കുട്ടീനെ ടാഗ് ചെയ്യുമ്പോൾ ജസ്റ്റ് തിങ്ക് ദാറ്റ് ദർ മൈറ്റ് ബി സംതിങ് മോർ ടു ഇറ്റ്. എന്തെങ്കിലും ഒരു ബ്രെയിൻ ഫങ്ഷൻസോ ബ്രെയിനിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാണാമെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത 4ാമത്തെ പോയിന്റിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. 4ാമത്തെ പോയിന്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പർ ആക്ടിവിറ്റിനെ പറ്റിയിട്ടാണ്. ബോയ്സിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി നമുക്ക് ഭയങ്കര നോട്ടീസബിൾ ആണ്. ഇവരിങ്ങനെ ഒരു സ്ഥലത്തിരിക്കത്തില്ല, ഇങ്ങനെ ഓടി നടക്കുന്നു, അതൊക്കെ കാണാം. പക്ഷേ ഗേൾസിൽ കൂടുതലും ഹൈപ്പർ ആക്ടിവിറ്റി ഒരു മെൻ്റൽ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ഇവർ ഭയങ്കര ഓവർ തിങ്കേഴ്സ് ആയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു പനി വരികയാണെങ്കിൽ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യും. അയ്യോ ഈ പനി വന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റുമോ, എനിക്ക് സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ പനി കാരണം ഒത്തിരി കാശ് ചിലവാകുമോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവരിങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമിന് തൊട്ട് മുന്നേ ആണെങ്കിൽ ഇവർ ഭയങ്കര ആങ്സൈറ്റി കാണും. ഇവർക്ക് എക്സാമിന് വേണ്ടി ഞാൻ ജയിക്കുമോ, ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ, എനിക്ക് നല്ല മാർക്ക് കിട്ടുമോ, ഞാൻ പഠിച്ചതൊക്കെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എനിക്ക് ഓർമ്മ നിൽക്കുമോ, അങ്ങനെ ഒരു 100 തോട്ട്സ് ആയിരിക്കും ഇവരുടെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവർ ഭയങ്കര ഓവർ തിങ്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് ഓവർവെൽംഡ് ആവും. മിക്കപ്പോഴും ഇവർ ഓവർവെൽംഡ് ആയിരിക്കും. ഇവരൊരു ക്ഷീണിച്ച അവസ്ഥയിലായിരിക്കും. കാരണം ഇവരുടെ ബ്രെയിൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് സിറ്റുവേഷൻ വന്നാലും. സോ ഇവർ നമ്മൾ ഓവർവെൽംഡ് ആയിട്ട് കാണാറുണ്ട്. അതാണ് 4th പോയിന്റ്. 5th പോയിന്റ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു അക്കാഡമിക് പാറ്റേൺസിനെ പറ്റിയിട്ടാണ്. അക്കാഡമിക്സിനെ പറ്റിയിട്ട് ഇപ്പോൾ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ സ്കൂൾ ഗോയിങ് ആയിരിക്കും. അക്കാഡമിക്സ് നോക്കുകയാണെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റൻസി കാണാം. മേ ബി ഫസ്റ്റ് ടേമിൽ നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ടാവാം, പക്ഷേ സെക്കൻഡ് ടേമിൽ അത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവത്തില്ല. തേർഡ് ടേമിൽ വീണ്ടും നല്ല പെർഫോമൻസ് ആയിരിക്കും. അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പെർഫോമൻസ് കാണാൻ സാധിക്കാറില്ല. പിന്നെ നല്ല ഐക്യമുള്ള കുട്ടിയായിരിക്കും, മേ ബി അത്യാവശ്യം കേപ്പബിലിറ്റിയും ഇൻ്റലിജൻസും ഒക്കെ ഉള്ള കുട്ടിയായിരിക്കും, പക്ഷെ അത്രയ്ക്കും പെർഫോമൻസ് കാണാറില്ല, അല്ലെങ്കിൽ റിസൾട്ട് അത്രയ്ക്കും കിട്ടാറില്ല. അതുപോലെ തന്നെ പ്രൊക്കാസ്റ്റിനേഷൻ കണ്ടുവരാറുണ്ട്. ഹോംവർക്സൊക്കെ ലാസ്റ്റ് മൊമെൻറ്റ് സബ്മിറ്റ് ചെയ്യും. ചിലപ്പം ഒരു എക്സ്റ്റൻഷൻ പീരീഡ് കൊടുക്കുമല്ലോ. ഇപ്പോൾ 10th സബ്മിറ്റ് ചെയ്യേണ്ടത് ടീച്ചർ 10th സബ്മിറ്റ് ചെയ്യാത്തൊരു 12th സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ആ ഒരു ടൈമിലിരുന്ന് വളരെ ആങ്സൈറ്റി ഒക്കെ കൂടി ധൃതി പിടിച്ചിട്ടായിരിക്കും ഇവർ കൊണ്ടിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇവരുടെ അക്കാഡമിക് പാറ്റേൺസിൽ വരുമ്പോൾ കണ്ടുവരുന്നത്. 6th പോയിന്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിസിക്കൽ സിംറ്റംസ് ആണ്. ഫിസിക്കൽ സിംറ്റംസിൽ ആദ്യം ഫെറ്റീഗ് ആണ്, ക്ഷീണം. ഇവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർ
ഇവർ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ വളരെ ലോ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ഇവർ രാവിലെ എഴുന്നേൽക്കുന്നു, വളരെ കഷ്ടപ്പെട്ട് രാവിലത്തെ പണികളൊക്കെ ചെയ്യുന്നു, വളരെ കഷ്ടപ്പെട്ട് സ്കൂളിൽ പോകുന്നു, വളരെ ലോ മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ ഇവർ കുറേ എഫേർട്ട് ഇടുന്നുണ്ട് പല കാര്യങ്ങൾക്ക്. സോ ഇവരങ്ങ് ഫാറ്റീഗ് ആവും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. അല്ലെങ്കിൽ ഒരു പണി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത്രയും എഫേർട്ട് ഇടുന്നുണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ക്ഷീണം കണ്ടുവരാറുണ്ട്. പിന്നെ തലവേദന, ടെൻഷൻ, ആങ്സൈറ്റി സംബന്ധിച്ച് തലവേദന കണ്ടുവരാറുണ്ട്. പിന്നെ ഇവരിൽ കണ്ടുവരുന്ന വേറൊരു കാര്യമാണ് സ്റ്റൊമക്ക് പെയിൻ, സ്റ്റൊമക്ക് ഇഷ്യൂസൊക്കെ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു സ്റ്റൊമക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, റിസർച്ചുകൾ പറയുന്നത് കുറേ ADHD ഉള്ള പെൺകുട്ടികളിൽ എന്തെങ്കിലും ഇൻടോളറൻസ് കാണാറുണ്ട്. ഇതർ ലാക്ടോസ് ഇൻടോളറൻസോ ഗ്ലൂട്ടൻ ഇൻടോളറൻസോ. ചില കുട്ടികൾ ഇങ്ങനെ ചായ കുടിക്കാൻ ഇഷ്ടമില്ലാതിരിക്കുന്നതാണ് കുഞ്ഞുനാളിലൊക്കെ. പക്ഷെ അവർക്ക് പറയാൻ അറിയില്ല ലൈക്ക് വാട്ട് ഇസ് ഇറ്റ് എന്ന്. ചിലപ്പോൾ അവർക്ക് ബ്ലോട്ടിങ് ആയിരിക്കും, ചിലപ്പം അത് കുടിക്കുമ്പോഴത്തേക്കൊക്കെ എന്തോ ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെ, എന്തോ ഒരു നോസിയേറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ ഇവർക്കത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ആസ് എ പേരൻറ്റ് ADHD ഉണ്ടെന്ന് ഒരു സ്ക്രീനിങ് ഡയഗ്നോസിസ് ഉണ്ടായതിനു ശേഷം ലുക്ക് ഇൻ ടു ഇറ്റ്, വെദർ അവർക്ക് എന്തെങ്കിലും ഇൻടോളറൻസ് ഉണ്ടോ, ഗ്രെയിൻസുമായിട്ടോ ഗ്ലൂട്ടനുമായിട്ടോ എന്തെങ്കിലും ഇൻടോളറൻസ് ഉണ്ടോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇവർക്ക് സ്ലീപ്പ് ഇഷ്യൂസും കണ്ടുവരാറുണ്ട് ഫിസിക്കൽ സിംപ്റ്റമായിട്ട്. അടുത്ത 7th പോയിൻ്റായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോ സെൽഫ് എസ്റ്റീമിനെ പറ്റിയിട്ടാണ്. ADHD ഉള്ള പെൺകുട്ടികൾക്ക് സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും. സെൽഫ് എസ്റ്റീം എന്ന് വെച്ചാൽ സിമ്പിൾ ടേംസിൽ വാട്ട് വി തിങ്ക് അബൌട്ട് അവർ സെൽഫ്. എനിക്ക് എന്നെ പറ്റിയിട്ടുള്ളൊരു ധാരണ, നമുക്ക് എല്ലാവർക്കും നമ്മളെ പറ്റിയിട്ടുള്ള ധാരണയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ADHD ഉള്ള കുട്ടികൾക്ക് അത് വളരെ കുറവായിരിക്കും. ഇവർ ഭയങ്കര ക്രിട്ടിക്കലും ജഡ്ജ്മെൻറ്റും ആയിരിക്കും ഇവരെ തന്നെ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കരമായിട്ട് ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കര കമ്പാരിസൺസ് ഉണ്ട്. ഇവരുടെ പിയർ ഗ്രൂപ്പുമായിട്ട്, ഇവരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഇവരെ കമ്പയർ ചെയ്യുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. ഇവർക്ക് വളരെ കോൺഫിഡൻസ് കുറവായിരിക്കും. അതുപോലെ ഇവർക്ക് ഈ ഫിയർ ഓഫ് ഫെയിലിയർ, ഫിയർ ഓഫ് റിജക്ഷൻസ്, ഇതൊക്കെ കണ്ടുവരാറുണ്ട്. സെൽഫ് എസ്റ്റീം വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവർ പല ഡിസിഷൻസും ഇവർക്ക് പ്രോപ്പർ ഡിസിഷൻസ് എടുക്കാൻ പറ്റാതെ വരും. ഇവർ ടോക്സിക് റിലേഷൻഷിപ്സിലൊക്കെ പെടും. ഇവർക്ക് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ പോലും അത്രയ്ക്കും ഇവരൊരു ഫിയർ ഓഫ് ഫെയിലിയർ കാരണം ഇവർ ട്രൈ ചെയ്യാതിരിക്കും. അങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട്. ഈ സെൽഫ് എസ്റ്റീം കുറയാനായിട്ടുള്ള റിസർച്ചുകൾ കുറച്ച് റീസൺസ് പറയാറുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ ഈ ADHD ഉള്ള കുട്ടികൾക്ക് ദേ നോ ദാറ്റ് ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം ദ അതർ ഗ്രൂപ്പ്. അവർ കുറേ കൂടി എഫേർട്ട് ഇടുന്നു, പല കാര്യങ്ങൾക്കും കുറേ കൂടി കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നു വേറെ ആൾക്കാരെ കാട്ടിലും. പക്ഷെ അവർക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ തന്നെ കുറച്ച് സ്ട്രഗിൾസിലായിരിക്കും നിൽക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവരുടെ പേരൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വളരെ എഫിഷ്യൻ്റായിട്ട് എല്ലാം വളരെ ഓർഗനൈസ്ഡും വളരെ ഹൈപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനത്തെ ഒക്കെ പേരൻസ് ആകുമ്പം ഈ പേരൻസ് തന്നെ ഈ ADHD ഉള്ള കുട്ടികളെ വളരെ ക്രിട്ടിക്കലി കമൻറ്റ് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ അവരോട് നീ എന്താ ഇങ്ങനെ, അങ്ങനെ വളരെ ക്രിട്ടിക്കലി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ടും ആ കുട്ടികളോട് ഇങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു നോർമൽ പേരൻ്റ് ആണെങ്കിൽ ഇപ്പോൾ കുട്ടി ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് ആ പേരൻ്റ് ഇറിറ്റേറ്റഡ് ആയിട്ട് പേരൻ്റ് കുട്ടിയോട് ദേഷ്യപ്പെടും, നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കും, അങ്ങനത്തെ കമൻസ് ഒക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് വീണ്ടും സെൽഫ് എസ്റ്റീം ഡൗൺ ആവും. കാരണം ഈ കുട്ടി എഫേർട്ട് ഇടുന്നുണ്ടായിരിക്കും, പക്ഷേ എഫേർട്ട് ഇടുന്നതിൻ്റെ അത്രയും എത്തുന്നില്ല. അപ്പം മറ്റേ സൈഡിൽ നിന്ന് കമൻസും വരുന്നത് കൊണ്ട് ലോ സെൽഫ് എസ്റ്റീം ഡൗൺ ആവാറുണ്ട്. അതുപോലെ തന്നെ ഇവർ ഇപ്പം അക്കാഡമിക്സിലാണെങ്കിലും ഇവർ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷെ അത്രയും പെർഫോമൻസ് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടും ഇവരുടെ ലോ സെൽഫ് എസ്റ്റീം ഡൗൺ ആവുന്നതായിട്ട് അതും ഒരു റീസണാണ് ഇവർക്കൊരു ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവാനായിട്ടുള്ളത്. അടുത്ത 8th പോയിൻ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ടാണ്. ഒരു പെൺകുട്ടി ജനിച്ച് ഒരു 12 years ഒക്കെ ആകുമ്പോഴായിരിക്കും പ്യൂബേർട്ടി ആവുന്നത്. 10 years മുതൽ മേ ബി പ്യൂബേർട്ടിക്ക് മുന്നേ ഈ കുട്ടി വളരെ നോർമലായിരിക്കും, ഈ കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വൺസ് പ്യൂബേർട്ടി ഹിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടിയിലെ ADHD സിംപ്റ്റംസ് കുറച്ചും കൂടി എവിഡൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ മന്ത്ലി മെൻസ്ട്രൽ സൈക്കിളിൽ തന്നെ ഓവല്യൂഷൻ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈസ്ട്രജൻ കുറച്ച് ഡൗൺ ആവും. ഈസ്ട്രജൻ ഡൗൺ ആകുമ്പോഴത്തേക്കും ADHD സിംപ്റ്റംസ് കൂടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇതേപോലെ തന്നെ ഡ്യൂറിങ് പ്രഗ്നൻസി, പോസ്റ്റ്പാർട്ടം ഫേസിലും ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കാരണം ADHD സിംപ്റ്റംസ് കൂടാറുണ്ട്. അതുപോലെ തന്നെ കൂടുന്ന വേറൊരു സിറ്റുവേഷനാണ് മെനോപോസ്. ഒരു 40+ ഒക്കെ കഴിഞ്ഞ വുമണിൽ ADHD
യുടെ സിംറ്റംസ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് അവരിൽ കണ്ടുവരാറുണ്ട്. ഈ മെനോപോസ് ടൈമിലൊക്കെ വരുമ്പോഴത്തേക്ക് ADHD ട്രീറ്റ്മെൻറ്റിൽ അതിൻ്റെ മെഡിസിൻ്റെ കൂടെ തന്നെ അവർക്ക് ഹോർമോണൽ തെറാപ്പീസും അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് സിംറ്റംസിന് വേണ്ടിയിട്ട്. അടുത്ത 9th പോയിൻ്റായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടാണ്. ഇവർക്ക് ഇവരുടെ പേരൻസ്, പാർട്ട്നേഴ്സ്, ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ചൈൽഡ് ഒക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. പേരൻസുമായിട്ട് ADHD ഗേൾസിന് മിക്കപ്പോഴും അത്ര നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കത്തില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് നമ്മുടെ സൊസൈറ്റിയിൽ അക്സെപ്റ്റബിൾ ഗേൾ എന്ന് പറയുന്നത് വളരെ അടക്കവും ഒതുക്കവും ചിട്ടയുമായിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതും വളരെ ശാന്തയായിട്ടുള്ളതും ഇമോഷൻസിനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതും. പക്ഷേ ഇവർ അതിനൊരു കുറച്ച് ഡിഫറെൻ്റ് ആണ് ADHD ഉള്ള ഗേൾസ്. അപ്പം ആ ഇഷ്യൂസ് കാണുന്ന തന്നെ വീട്ടിലെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി വഴക്ക് കേൾക്കാനോ പേരൻസ് വളരെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടാനുള്ള സിറ്റുവേഷൻസ്, പേരൻസിനാൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവരും പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്സ് അത്ര നന്നായിട്ടായിരിക്കത്തില്ല പോകുന്നത്. വെൻ ഇറ്റ് കംസ് ടു ഫ്രണ്ട്സ്, ഇവർ എപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞത് ഒരു എക്സോസ്റ്റഡ് സ്റ്റേജിലാണ്. ഇവർ എന്തൊക്കെയോ ചെയ്ത് ആ ഒരു എക്സോസ്റ്റഡ് ആണ്, ആ ഒരു ക്ഷീണിച്ച ഒരു സ്റ്റേജിലാണ് ഇവർ എപ്പോഴും ഇരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഫ്രണ്ട്സിനെ ക്യാച്ചപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാനോ മേ ബി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇവർ ആകെ ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. പിന്നെ ഇവർക്ക് ഫോൺ എടുത്തിട്ട് ക്യാച്ചപ്പ് ചെയ്യാനോ അങ്ങനത്തെയൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട്. ഇവരുടെ പാർട്ട്നേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കുമ്പോഴത്തേക്ക് പാർട്ട്നേഴ്സ് ഇവർ സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിലെ ജോലി ചെയ്യണം, ആ ജോലി എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഇവർ വളരെ എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവരുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് വളരെ ഇൻഎഫക്റ്റീവ് ആവുകയും അമിഗ്ഡാല വളരെ ആക്റ്റീവ് ആവുകയും അപ്പോൾ ഇവർക്ക് ഭയങ്കര ഡിപ്രഷനോ ആങ്സൈറ്റി ആ ഇഷ്യൂസൊക്കെ ഇവർക്ക് എപ്പോഴും കാണും. സോ അത് അവരുടെ ഒരു ഹെൽത്തി പാർട്ട്ണർ റിലേഷൻഷിപ്പിനെ അത് എഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇവരും കിഡ്സുമായിട്ടുള്ള ഇവരുടെ കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കുമ്പോഴും അത് ഭയങ്കര ഫൺ റിലേഷൻഷിപ്പായിട്ട് ഇവർ ADHD ഉള്ള ആൾക്കാർ നല്ല എംപത്തറ്റിക് പീപ്പിളാണ്. സോ ഇവർക്ക് കുട്ടികളുടെ സിറ്റുവേഷൻസും ഒക്കെ മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ട്. പക്ഷേ ഇവർ വളരെ എക്സോസ്റ്റഡ് ആകുമ്പോഴോ ഇവർ കയ്യിൽ നിന്ന് വിട്ടിരിക്കുമ്പോഴോ ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും കുട്ടികളിൽ കുഞ്ഞു മിസ്റ്റേക്സ് കാണിച്ചാലും കുട്ടികളെ ശകാരിക്കുകയും വളരെ വലിയ രീതിയിൽ ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്സും ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ബ്രേക്ക് ആവുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. ഇപ്പം ഞാൻ ഈ റിലേഷൻഷിപ്സ് ഇഷ്യൂസൊക്കെ പറഞ്ഞതിൽ കൂടി വളരെ അമേസിങ് റിലേഷൻഷിപ്സ് പേരൻസുമായിട്ടും പാർട്ട്ണറുമായിട്ടും കുട്ടികളുമായിട്ടും ഒക്കെ ഉള്ള ADHD വുമണും ഉണ്ട്. ചില പേരൻസൊക്കെ ജെൻറൽ പേരൻറ്റിങ് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. സോ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യും കുട്ടികൾക്ക് എന്തോ പ്രശ്നമുണ്ട്, ലൈക്ക് ദേ നീഡ് ഹെൽപ്പ്. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും അവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സ്കിൽസോ ഈ സ്കിൽസൊക്കെ പഠിക്കുമ്പോൾ ലൈഫ് കുറച്ചും കൂടി ഈസി ആകും രണ്ടുപേർക്കും. പാർട്ട്നേഴ്സ് ആണെങ്കിലും അവരെ ഒരുപാട് എക്സോസ്റ്റ് ചെയ്യാതെ വർക്കുകളൊക്കെ ഷെയർ ചെയ്ത് വളരെ എംപത്തറ്റിക് ആയിട്ടും അവരുടെ ഇമോഷണൽ നീഡ്സിനെയും ഒക്കെ ടേക്ക് കെയർ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്. പിന്നെ അവരും കുട്ടികളുമായിട്ടും ഒരുപാട് കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവരുടെ ADHD അമ്മമാരാകാറുണ്ട്. അവർ ADHD അമ്മമാർ അവരുടെ ഇമോഷണൽ റെഗുലേഷൻ സ്കിൽസിലൊക്കെ ഒന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ദേ ക്യാൻ ഹാവ് അമേസിങ് റിലേഷൻഷിപ്പ് വിത്ത് ദെയർ ചിൽഡ്രൻ. ഇനി നമ്മൾ അടുത്ത 10ാമതായിട്ട് സംസാരിക്കാൻ പോകുന്നത് കോമ്പൻസേറ്ററി ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പം ADHD ഉള്ളവർ ADHD കാണിക്കാണ്ടിരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാം ദേ ഹാവ് എ പ്രോബ്ലം, അത് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരിൽ കാണിക്കുന്ന കുറച്ച് കോമ്പൻസേറ്ററി ബിഹേവിയേഴ്സ് ഉണ്ട്. ആദ്യം ഇവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. പഠിക്കുമ്പോഴൊക്കെ എപ്പോഴും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇവർക്ക് ആക്ച്വലി ഒരു മണിക്കൂർ പഠിച്ചാൽ 10 മിനിറ്റ് അവർ പഠിക്കുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇവരിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യും, ഭയങ്കരമായിട്ട് വർക്ക് ഹാർഡ് ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആവുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഇവർക്കൊരു പീപ്പിൾ പ്ലീസിങ് ബിഹേവിയേഴ്സ് കണ്ടുവരാറുണ്ട്. പീപ്പിൾ പ്ലീസിങ് എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ തുടങ്ങും, ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇവർക്ക് ലോ സെൽഫ് എസ്റ്റീം, മുന്നേ പറഞ്ഞ പോലെ ലോ സെൽഫ് എസ്റ്റീം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ഫിയർ ഓഫ് ലൂസിങ് പീപ്പിൾ അല്ലെങ്കിൽ ഫിയർ ഓഫ് റിജക്ഷൻസ്, ഇതൊക്കെ പേടിയുള്ളത് കാരണം ഇവരിങ്ങനെ പീപ്പിൾ പ്ലീസ് ചെയ്യാനായിട്ട് കണ്ടുവരാറുണ്ട്. ഇനി 11th പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമോർബിഡ് കണ്ടീഷൻസ് ആണ്. ADHD ഉള്ള പെൺകുട്ടികൾക്ക് ADHDയുടെ കൂടെ വരുന്ന കുറച്ച് കോമോർബിഡിറ്റീസ് ഉണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ ഇതിൻ്റെ കൂടെ കണ്ടുവരാറുണ്ട്.
അടുത്ത 12ാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ADHD ഉള്ളവരും അഡിക്ഷൻ, സൂയിസൈഡൽ ടെൻഡൻസീസ് ഇതിനെയൊക്കെ പറ്റിയിട്ടാണ്. ADHD ഉള്ളവർക്ക് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഡോപ്പമൈൻ ലോ ആണ്, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അത്ര എഫക്റ്റീവ് അല്ല, ഓവർ ആക്റ്റീവ് അമിഗ്ഡാല ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് അഡിക്ഷൻസ് കുറച്ച് കൂടുതലാണ്, അഡിക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട്. അഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസ് അഡിക്ഷൻ മാത്രമല്ല, ബിഹേവിയറൽ അഡിക്ഷൻസ്, ഇപ്പോൾ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഗെയിമിംഗ് അഡിക്ഷൻ, ഷോപ്പിംഗ് അഡിക്ഷൻസ് എന്ത് അഡിക്ഷൻസും ആവാം. അപ്പോൾ കുറച്ചും കൂടി ടെൻഡൻസി കൂടുതലാണ് ഇവർ അഡിക്റ്റഡ് ആവാനായിട്ട്. കാരണം ഇവർക്ക് ഡോപ്പമൈൻ കുറവാണ്, അതുപോലെ തന്നെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അത്ര എഫക്റ്റീവും അല്ല, പിന്നെ ഭയങ്കര ഇമോഷൻസ് ഭയങ്കര ഹൈയും ആയതുകൊണ്ട്. അതുപോലെ തന്നെയാണ് സൂയിസൈഡൽ ടെൻഡൻസീസും, ഇവരിൽ കുറച്ച് അധികമാണ് സൂയിസൈഡൽ ടെൻഡൻസീസ് കണ്ടുവരുന്നത്. ഇത്രയുമാണ് ഒരു 12 പോയിന്റ്സ് അബൌട്ട് ADHD ഇൻ ഗേൾസ്. ഈ സിംറ്റംസ് ബോയ്സിലും കാണില്ല എന്ന് പറയുന്നില്ല. ഇതിൽ പല സിംറ്റംസ് ബോയ്സിലും കാണുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ADHD ആണ്, ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്ക്രീനിങ്ങിന് പോകണമെന്നല്ല. ഒരു മോർ ദാൻ 3 months, ഒരു 3 to 6 months നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഏരിയ ഓഫ് ലൈഫിനെ, ഇപ്പോൾ പ്രൊഫഷണൽ ആവാം, അക്കാഡമിക് ആവാം, പേഴ്സണൽ ആവാം, ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഏരിയ ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നില്ല, ഇപ്പോൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ലൈഫിൽ എന്തൊക്കെയോ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക്. അപ്പം ഇതിൻ്റെയൊക്കെ റീസൺസ് നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഒക്കെ ആണെങ്കിൽ, what you have to do is get the help of seek the help of ഒരു ലൈസൻസ്ഡ് പ്രൊഫഷണൽ. ഇപ്പം ഒരു സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലൈസൻസ്ഡ് പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയിട്ട് ഗെറ്റ് ദ പ്രോപ്പർ ഡയഗ്നോസിസ്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ADHD ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെന്നും വെച്ചിട്ട് നിങ്ങളുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫോ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റീനെയോ ഒക്കെ എഫക്റ്റ് ചെയ്യാണ്ടും നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടും പ്രൊഡക്റ്റീവായിട്ടും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. വളരെ എഫക്റ്റീവ് തെറാപ്പീസും ട്രീറ്റ്മെൻറ്റ്സും ഇന്ന് അവൈലബിൾ ആണ്. ട്രീറ്റ്മെൻറ്റ്സിനെയും തെറാപ്പീസിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. അടുത്തതായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ADHD ഗേൾസിൽ ഡയഗ്നോസ്ഡ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു 3 റീസൺസിനെ പറ്റിയിട്ടാണ്. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ ADHD ഡയഗ്നോസ്റ്റിക് ടൂള് DSM-5 അതിൽ കുറച്ചും കൂടി ഒരു മെയിൽ ജെൻഡറിൻ്റെ ഒരു സിംറ്റംസാണ് കുറേ കൂടി പറയുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ADHD ഇൻ ഗേൾസിനെ പറ്റിയിട്ട് ഒരു റിസർച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തത് ലേറ്റ് 1990s. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഫീച്ചേഴ്സ്, പിന്നെ ആഡ് ഓൺ ആയ ഫീച്ചേഴ്സ് ഒന്നും നമ്മുടെ ഡയഗ്നോസ്റ്റിക് ടൂളില്ല. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ കോമ്പൻസേറ്ററി ബിഹേവിയേഴ്സിനെ പറ്റി പറഞ്ഞില്ലേ, ഇവരൊരു മാസ്ക് ചെയ്യും. ADHD ഉള്ള കുട്ടികൾ മാസ്ക് ചെയ്യും ഈ ഒരു സിംറ്റംസ് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവർക്ക് ബാക്കി നോർമൽ കുട്ടികളെ പോലെ ആകണം എന്നാണ്. അതുകൊണ്ട് ഇവർ മാസ്ക് ചെയ്യുന്നത് കാരണം തന്നെ കുറേ സിംറ്റംസ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാതാവും. എന്ന് വെച്ചാൽ ഇവർക്ക് അറ്റൻഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവരിത് കാണിക്കത്തില്ല, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും, ഇവർ ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അറ്റ് ദ എൻഡ് ഇവർ വളരെ എക്സോസ്റ്റഡ് ആവുന്നുണ്ട്, അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ ഇവർ മാസ്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ സിംറ്റംസ് കണ്ടുപിടിക്കാൻ മനസ്സിലാവില്ല കൂടെ നിൽക്കുന്നവർക്ക്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് ഈ കോമോബിഡ് കണ്ടീഷൻസ്, ഇപ്പം ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പം ആദ്യം ഈ ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഒക്കെ ആയിരിക്കും ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ആങ്സൈറ്റി ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ആയിരിക്കും മൈറ്റ് ബി ഇവരുടെ ADHD സിംറ്റംസിലോട്ട് കുറച്ചും കൂടി ഡോക്ടർ ഫോക്കസ് ചെയ്യുന്നത്, ഡോക്ടർക്ക് മനസ്സിലാവുന്നത് പോലും. പക്ഷേ ഈ ആങ്സൈറ്റി കഴിയുമ്പം ഇവർ ട്രീറ്റ്മെൻറ്റ് അങ്ങ് നിർത്തും. അപ്പം നമുക്ക് ഈ ADHD ഡയഗ്നോസിസ് ഉണ്ടാവാറില്ല. അപ്പം പ്രൈമറി ഡയഗ്നോസിസിൽ തന്നെ നിൽക്കും ആങ്സൈറ്റിയോ ഡിപ്രഷനോ എന്താണെന്ന് വെച്ചാലുള്ളത്. ഈ റീസൺസ് കാരണമാണ് ഈ ADHD ഡയഗ്നോസ് ചെയ്യപ്പെടാതെ ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കുട്ടികൾക്കോ ഇല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആർക്കെങ്കിലും ഒരു ADHD ഉണ്ടെന്ന് നമുക്കൊരു സംശയം, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഏരിയാസിൽ ബുദ്ധിമുട്ട്, ഇപ്പം നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പം അമ്മമാർക്കും അച്ഛന്മാർക്കും അവരുടെ കുട്ടികൾക്ക് ADHD ഉണ്ടെന്ന് തോന്നാം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് തോന്നാം, ഫ്രണ്ട്സിന്, വളരെ ക്ലോസ് ഫ്രണ്ട്സിന് തോന്നാം. നമ്മളങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു ADHDയുടെ ചില ട്രെയ്റ്റ്സ് ഉണ്ടോ, ഒരു സ്ക്രീനിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ആർക്കും ഇഷ്ടമല്ല നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന്
പറയുന്നതോ ആരെങ്കിലും പറയുന്നതോ ആർക്കും ഇഷ്ടമാവില്ല മെജോറിറ്റി ആൾക്കാർക്കും. സോ ഇത് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു അമ്മയ്ക്ക് തോന്നുകയാണ് കുട്ടിക്കുണ്ടെങ്കിൽ, ചില അമ്മമാരൊക്കെ ചെന്നിട്ട് കുട്ടികളോട് പറയും, നിൻ്റെ നിൻ്റെ ആൻറ്റി പറഞ്ഞു നീ ഇങ്ങനെ വളരെ മടിച്ചു നിൽക്കുന്നു, വളരെ കെയർലെസ് ആണ്, ഒന്നിനും ഒരു ഉഷാറില്ല, ഏതെങ്കിലും ഡോക്ടറിനെ കൊണ്ട് കാണിക്കണം, എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും കുട്ടികളുടെ റിലേഷൻഷിപ്സ് അവിടെ എൻഡ്. ആ കുട്ടിക്ക് വളരെ സേഫായിട്ട് നിൽക്കേണ്ട ഒരാൾ തന്നെ ആ കുട്ടിയോട് വന്നിട്ട് പറയണം ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നെവർ ഡു ദാറ്റ്. ആ കുട്ടി വളരെ നോർമലായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന, വളരെ നോർമലായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് പോയിട്ട് ആ കുട്ടീനോട് ചോദിക്കുക, ലൈക്ക് ഹാവ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദാറ്റ് പേഴ്സൺ. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുണ്ടോ, അല്ലെങ്കിൽ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ ജോലികൾ ചെയ്യാനായിട്ട് പഠിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ അറ്റൻഷൻ ഒരു സ്ഥാനം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുട്ടിയോട് പറയുക. നമ്മുടെ ബ്രെയിനിൽ ചില മാറ്റങ്ങളൊക്കെ വരും. ഇപ്പോൾ നമുക്ക് പനി വരുമ്പോൾ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ദേഹത്തൊക്കെ വരുന്ന പോലെ തന്നെ ബ്രെയിനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധേനെ ബാധിക്കും, നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ ബാധിക്കും, അങ്ങനെ കുറച്ച് ഏരിയാസിനൊക്കെ ബാധിക്കും. അപ്പോൾ ബ്രെയിനിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ കാരണമാണ്. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. അമ്മയ്ക്ക് തോന്നി മോനിങ്ങനെ ചെറുതായിട്ട് ഈ ഏരിയാസിലൊക്കെ ബുദ്ധിമുട്ട് ഉള്ളതുപോലെ എന്തെങ്കിലും ഹെൽപ്പ് വേണം അമ്മയുടെ ഭാഗത്ത് നിന്ന്. നമുക്ക് ആരെങ്കിലും കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആവുമെങ്കിൽ നമുക്ക് ആരെങ്കിലും കണ്ടിട്ട് ചെയ്താലോ. ഇവിടെ ഇത് പറയുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ഇവരുടെ പോസിറ്റീവ്സിനെ പറ്റിയിട്ടും ഇവിടെ സംസാരിക്കണം. എന്തെങ്കിലും പോസിറ്റീവ്സ് ഇവർക്കുണ്ടെങ്കിൽ ആ പോസിറ്റീവ്സിനെ പറ്റി പറയണം. മേ ബി ദേ ആർ എ ലവിങ് ചൈൽഡ്, അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും, അല്ലെങ്കിൽ അവരൊട്ടും ടാൻട്രംസ് ഒക്കെ കാണിക്കുന്ന കുട്ടികളൊക്കെ കാണില്ല. അപ്പോൾ ടാൻട്രംസ് ഒന്നും കാണിക്കാത്ത കുട്ടികളായിരിക്കാം. അപ്പം എന്തെങ്കിലും പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ ആ പോസിറ്റീവ്സ് എപ്പോഴും ആ പോസിറ്റീവ്സും കൂടി കൂട്ടിയിട്ട് വേണം ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് അപ്പോഴും ബി ഓപ്പൺ ടു വാട്ട് ദേ സേ. ഇപ്പം ആദ്യം ചിലപ്പം അവർ പറയാറില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ആദ്യം ഈ കുട്ടി പറയുകയാണെങ്കിൽ ജസ്റ്റ് ബിലീവ് എന്ന് വെച്ചാൽ അവരെ കംപ്ലീറ്റ് ആയിട്ട് ബിലീവ് ചെയ്യുന്നതല്ല. ഓക്കെ ഇപ്പം കുഴപ്പമില്ല, ഇപ്പോൾ ഒരു കുട്ടി പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓക്കെ മോന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഐ ആം ദേർ ഫോർ യു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് സംസാരിക്കാം. പിന്നെയും ഈ ഒരു കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് മേ ബി ഫസ്റ്റ് കോൺവെർസേഷൻ ഇറ്റ് ഡിഡ്ന്റ് വർക്ക്, ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങളുടെ കോൺവെർസേഷൻ അവരായിട്ട് വർക്ക്ഔട്ട് ആകത്തേ ഇല്ലെന്ന്. പക്ഷേ കുറച്ച് ഗ്രോണപ്പായുള്ള കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ഡയറക്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ADHD is real. അത് വെറും ലേസിനെസ്സോ കെയർലെസ്നെസ്സോ ഒന്നുമല്ല, അതൊരു റിയൽ ഇഷ്യൂ ആണ്. നിങ്ങൾക്കോ നിങ്ങളുടെ ക്ലോസ്ഡ് വൺസിനോ ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ഡൗട്ടോ ഉണ്ടെങ്കിൽ ഒരു ലൈസൻസ്ഡ് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കുക, പ്രോപ്പർ ഡയഗ്നോസിസ് ചെയ്യുക. ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും തെറാപ്പീസും ഒക്കെ ഉണ്ട്. പിന്നെ ADHDനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ, എസ്പെഷ്യലി ADHD ഇൻ വിമനെ പറ്റിയിട്ട് ഞങ്ങൾ കുറച്ച് ബുക്സിൻ്റെയും കുറച്ച് ആർട്ടിക്കിൾസിൻ്റെയും ഒക്കെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാം. നെക്സ്റ്റ് എപ്പിസോഡിൽ ADHD ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.